അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ ഒരാൾ കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. ആരാണ് കപ്പ് പൊക്കിയത്? ജിൻഡോയാണോ അതോ അർജുനാണോ? അർജുന്റെ പൊസിഷൻ ഡിസർവിംഗ് ആണോ? ജിൻഡോ കപ്പ് പൊക്കിയോ? അത് ഡിസർവിംഗ് ആണോ? എന്താണ് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഷൂട്ടിംഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണോ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. സോ സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് തീർന്നെന്ന് പറഞ്ഞ് ഞാൻ സബ്സ്ക്രൈബ് അടിച്ച് പോകരുത്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്കിനി പറയാനുണ്ട്. നമ്മളെ റിവ്യൂ ഉണ്ട്. നമ്മളെ കുറേ സാധനങ്ങൾ ലോഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെ കപ്പ് പൊക്കിയിരിക്കുകയാണ് ആര്? ജിൻഡോ ബോഡിക്രാഫ്റ്റ്. ജിൻഡോ PD കപ്പ് പൊക്കിയിരിക്കുന്നു. ജിൻഡോ വിന്നർ ആയിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. ജിൻഡോയ്ക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണത്. കമ്പയർഡ് ടു ദിസ് ടോപ്പ് 5 വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് വാരിപ്പിറക്കി കൂട്ടിയതാണെന്ന് ഞാൻ പലതവണ പറഞ്ഞു, വീണ്ടും പറയുന്നു. പക്ഷേ ഈ പറയുന്നതിൽ നിന്നും നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ജിൻഡോ ഓർ ജാസ്മിൻ, ഇവർ രണ്ടുപേരിൽ ആര് കപ്പി പൊക്കി കഴിഞ്ഞാൽ ഇവർ അതിനുള്ള കോൺട്രിബ്യൂഷൻസ് ഈ ഷോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. കമ്പയർഡ് ടു ദ അതേഴ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ദ ടോപ്പ് 5. അഭിഷേകിനെയും ഋഷിയെയും അർജുനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജാസ്മിനും ജിൻഡോയും വളരെ നല്ലൊരു കോൺട്രിബ്യൂഷനാണ് ഈ ഷോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തോ ആവട്ടെ, അപ്പം അവർ മണ്ടത്തരം കാണിച്ചോ പൊട്ടത്തരം കാണിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ ഫേക്കോ റിയലോ അതൊന്നും അല്ല. കണ്ടന്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോ വിന്നർ ആയതൊരു ഡിസർവിംഗ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മനസ്സിലായില്ലോ? ഒത്തിരി പേർക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ജിൻഡോ വിന്നർ ആയത് ഡിസർവിംഗ് ആണ്. ജിൻഡോ ഓർ ജാസ്മിൻ ഇവർ രണ്ടുപേരിൽ ആര് വിന്നർ ആയി കഴിഞ്ഞാൽ ഡിസർവിംഗ് ആണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സോ ജിൻഡോയാണ് വിന്നർ ആയത്, ഡിസർവിംഗ്. എനിവേ ജിൻഡോ കൺഗ്രാറ്റ്സ്. അടുത്ത് സെക്കൻഡ് പൊസിഷനിൽ അർജുനാണ് വന്നിരിക്കുന്നത്. അതായത് റണ്ണർ അപ്പ് അർജുനാണ്. പക്ഷേ എനിക്ക് അത്ര ഡിസർവിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം അർജുന് ഈ 5 പേരിൽ നിന്നും തേർഡ് പൊസിഷൻ ആയിരുന്നു ഏറ്റവും ആപ്റ്റ്. അർജുന് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ടോപ്പ് 3 ആയിരുന്നു. കാരണം ടോപ്പ് 3ക്ക് ഉള്ള കോൺട്രിബ്യൂഷൻസ് മാത്രമേ ഈ 5 പേരിൽ നിന്നും ടോപ്പ് 3ക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ, ടോപ്പ് 3യിൽ വരാനുള്ള ഒരു കോൺട്രിബ്യൂഷൻ മാത്രമേ അർജുൻ കൊടുത്തിട്ടുള്ളൂ. അർജുൻ അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം എനിക്ക് ഈ പറയുന്ന പോലെ എന്താണ് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടോപ്പ് 2 അതിൽ വന്നപ്പോൾ എനിക്ക് അൺഡിസർവിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ആളുകൾ ഇപ്പോഴും കോംബോയും അല്ലെങ്കിൽ ഇപ്പോഴും ആ ലവ് ട്രാക്കും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് പറയുമ്പോൾ വിഷമമാണ്. അല്ലാതെ ജാസ്മിൻ ഒരുപടി കയറണം എന്നുള്ളത് കൊണ്ടല്ല, വിഷമമാണ്. ടോപ്പ് 3 അർജുൻ അർഹിച്ചിരുന്നു. അർജുനൊരു പ്യുവർ സോളാണ്, വളരെ നല്ലൊരു മനുഷ്യനാണ്. അർജുൻ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ അറിയില്ല. അർജുൻ എന്താണ്, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, അർജുൻ എന്താണ് 100 ദിവസം അവിടെ ചെയ്തത്? ടാസ്ക് കളിക്കാൻ വേണ്ടി മാത്രമല്ല ബിഗ് ബോസ്. അപ്പോൾ എനിക്കതൊരു അൺഡിസർവിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ പ്രേക്ഷകരുടെ വോട്ടാണ് എല്ലാം. ടോപ്പ് 3യിൽ വരേണ്ടിയിരുന്ന കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ടോപ്പ് 2 എത്തി. ഒന്നും പറയാനില്ല. എനിവേ അർജുൻ കൺഗ്രാറ്റ്സ്, സൂപ്പർ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളൊക്കെ തീർന്നു. ഇനി നമുക്ക് വരട്ടെ, പ്രൊമോകൾ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. ഗ്രാൻഡ് ഫിനാലയുടെ റിവ്യൂ ആയിട്ട് വരാം. നോക്കാം നമുക്കിനി താരപൂരമേളങ്ങളൊക്കെ കാണാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.